കഴിഞ്ഞ ദിവസം ഒരു മലയാളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കെ.എസ്.ആർ.ടി.സി പാർക്ക് ചെയ്യാൻ ഓടി പാഴാക്കി പോയ 7.60 കോടി എന്നുള്ളതാണ്. കെ.എസ്.ആർ.ടി.സി നഷ്ടത്തിലാകുന്നത് എങ്ങനെയെന്നാണ് അതിന്റെ ഹെഡിങ്. 74 കോടി രൂപ ചെലവഴിച്ച് മാവൂർ റോഡിലെ ടെർമിനൽ സൗകര്യമില്ലാത്തതിനാൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ രാത്രിയിൽ നിർത്തിയിടുവാൻ മാത്രമായി ഓടി പാഴാക്കി കളഞ്ഞത് 7.60 കോടി രൂപ. 55 ബസ്സുകളാണ് ദിവസവും കോഴിക്കോട് നിന്ന് പാവങ്ങാട്ടേക്ക് തിരിച്ചും 16 കിലോമീറ്റർ പാർക്കിങ്ങിന് വേണ്ടി മാത്രമായി ഓടുന്നു. ഒരു ദിവസം 20,838 രൂപയാണ് ഇങ്ങനെ പാഴാക്കി കളയുന്നത്. ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. 2015 മുതൽ 2025 വരെയുള്ള 10 വർഷം കൊണ്ട് 7,60,00,000 രൂപയായി മാറി എന്നുള്ളതാണ്. ഇതിന് പുറമെ സ്ഥലത്തിന് വാടകയായി എല്ലാ വർഷവും 1,00,000 രൂപ വേറെ നൽകണം. അത് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ്, പാവങ്ങാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും അത് ഓർക്കുന്നില്ല. 24 ലക്ഷം രൂപയാണ് കെ.എസ്.ആർ.ടി.സി കോഴിക്കോട് ഡിപ്പോയിലെ ഒരു ദിവസത്തെ വരുമാനം. അതിൽ ദിനംപ്രതി 24,000 രൂപ ഇത്തരത്തിൽ നഷ്ടമാവുകയാണ്. വർഷങ്ങളായി ഓരോ ദിവസവും കണക്കെടുക്കുമ്പോൾ നഗരത്തിൽ എവിടെയെങ്കിലും ബദൽ സംവിധാനത്തിന് കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റ് ശ്രമിക്കുന്നില്ല. നടക്കാവിലെ വർക്ക്ഷോപ്പ് പാവങ്ങാട്ടിലേക്ക് മാറ്റി നടക്കാവിൽ ബസ് പാർക്കിങ്ങിന് സംവിധാനം ഒരുക്കണമെന്ന് പലതവണ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും അക്കാര്യം ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. നടക്കാവിലേക്ക് പാർക്കിംഗ് മാറ്റിയാൽ 10 കിലോമീറ്ററെങ്കിലും കെ.എസ്.ആർ.ടി.സിക്ക് ലാഭിക്കാനാവും. നടക്കാവിൽ നിന്ന് ബസ് ബോഡി നിർമ്മാണം നിർത്തി അവിടുത്തെ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വർക്ക്ഷോപ്പ് മാറ്റിയാൽ മറ്റു പ്രശ്നമുണ്ടാവില്ല. പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 2009 പാവങ്ങാട്ടേക്ക് മാറ്റിയത്. 15 ടെർമിനൽ നിർമ്മാണം പൂർത്തിയാവുമ്പോൾ തിരികെ കൊണ്ടുവരാം എന്നായിരുന്നു ധാരണ. എന്നാൽ ടെർമിനൽ പൂർത്തിയായപ്പോൾ 20 ബസ്സുകൾ പാർക്ക് ചെയ്യുവാനും 20 ബസ്സുകൾ സർവീസ് നടത്തുവാനും മാത്രമേ സൗകര്യമുണ്ടായിട്ടുള്ളൂ. 145 ബസ്സുകളാണ് ഇപ്പോൾ കോഴിക്കോട് ഡിപ്പോയിലുള്ളത്. രാത്രിയായാൽ കോഴിക്കോട് സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ പാർക്കിങ്ങിനായി പാവങ്ങാട്ടേക്ക് ഓടുന്നത്. മാവൂർ റോഡിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 3 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. മാവൂർ റോഡിൽ ഈ കോടിക്കണക്കിന് രൂപ, ഞാനിത് പലപ്പോഴും വെൽഫെയർ അസോസിയേഷന്റെ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോഴും എല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിലമതിക്കാനാവാത്ത ആ 3.5 ഏക്കർ സ്ഥലം ഈ KTDFC എങ്ങനെയാണ് കൈവശപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വിലമതിക്ക് 3 ഏക്കറിൽ അധികം വരുന്ന സ്ഥലത്ത് KTDFC 10 നില ഇരട്ട ടെർമിനൽ പണിത് ഇവിടുന്ന് വരുമാനം ലഭിച്ചിട്ടില്ല. KTDFCയിൽ നിന്നും 74.86 കോടി രൂപ പലിശ സർക്കാർ അടച്ചു തീർത്ത് കെ.എസ്.ആർ.ടി.സി അധിക ബാധ്യത നിന്ന് ഒഴിവാക്കിയതാണ്. ടെർമിനൽ വാടകയ്ക്കെടുത്തവർ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ 7.5 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ കെ.എസ്.ആർ.ടി.സിക്ക് ടെർമിനൽ എല്ലാ തരത്തിലും ബാധ്യതയാകുകയാണ്. ഇതാണ് വാർത്ത. അപ്പോൾ നമ്മൾ ഏറ്റവും ഇതിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കേണ്ടത്, ഈ 3.25 ഏക്കർ സ്ഥലം കെ.എസ്.ആർ.ടി.സിക്ക് കണ്ണായി ഈ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിൽ കിടന്നിരുന്ന ഈ സ്ഥലം, ആ സ്ഥലത്തേക്ക് ഈ ടെർമിനൽ പണിയിക്കാൻ തീരുമാനിച്ചത് ആരാണ്, ഏത് ഗവൺമെന്റ് ആണ് ഈ നിലപാടെടുത്തത്, ഇതിന് കെ.എസ്.ആർ.ടി.സിക്ക് പങ്കുണ്ടോ, ഇതെല്ലാം നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ കെ.എസ്.ആർ.ടി.സിയെ ഒരു തവണയായിട്ട് ഒരാളുകൾ വഞ്ചിച്ചതല്ല. കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചവർക്ക് മുഴുവനും ഈ കാശ് കടത്തിക്കൊണ്ട് പോകുവാനുള്ള ഒരു മാർഗമായി, കൊള്ളയടിക്കുവാനുള്ള ഒരു മാർഗമായി കെ.എസ്.ആർ.ടി.സി ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ അവസാനത്തെ പരിണിത ഫലമായി ഈ പേരുദോഷം മുഴുവൻ ഇവിടുത്തെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മെക്കാനിക്കിന്റെയും തലയിൽ, ജീവനക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുവാനാണ് ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയക്കാരും ആ കോടിക്കണക്കിന് രൂപകൾ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി. യാതൊരു എഗ്രിമെന്റും ഇല്ലാതെയാണ് ഈ BOT അടിസ്ഥാനത്തിൽ ഈ കോഴിക്കോട് ഈ സ്ഥാപനം പടുത്തുയർത്തിയപ്പോൾ ഇത് ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ട സൗകര്യത്തിൽ പണിയണമെന്ന് അറിയില്ലായിരുന്നോ? നിസ്സാരം തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തമിഴ്നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് എങ്ങനെയാണ്, ബസ് പാർക്കിംഗ്, യാത്രക്കാരുടെ സൗകര്യം എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയതെന്ന് നോക്കിയിട്ട് വന്നിട്ട് ഈ കോഴിക്കോടും അങ്കമാലിയിലും ഈ തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഈ കെട്ടിടങ്ങൾ പണിതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആരാണ് ഇത് തീരുമാനമെടുത്തത്? ഇത് ഇവിടെ ഏതെങ്കിലും ഡ്രൈവറുടെ കണ്ടക്ടറെയോ മെക്കാനിക്കിന്റെയോ ഉത്തരവാദിത്തത്തിലാണോ ഇത് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം മുൻകാല പ്രാബല്യത്തോടെ അന്വേഷിക്കണം. കോഴിക്കോട് ശ്വാസം പൊട്ടി വാഹനങ്ങളുടെ പുക, ഇടുങ്ങിയ 2 തൂണുകൾക്ക് ഇടയിൽ വാഹനം പാർക്ക് ചെയ്യണം, അതിനിടയ്ക്ക് യാത്രക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനുള്ള സൗകര്യമില്ലാത്ത രീതിയിൽ ഒരു ഡിപ്പോ ഉണ്ടാക്കി, ഒരു KSRTC ടെർമിനൽ ഉണ്ടാക്കി വെക്കുവാൻ ആരാണ് അനുമതി കൊടുത്തത്? ഈ അനുമതി കൊടുത്തവരെ ഉൾപ്പെടെ ശിക്ഷിക്കണം. എന്നിട്ടാണ് ഈ ഒരു ഭാഗം. രണ്ടാമത് കോഴിക്കോട് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഈ 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ KSRTCക്ക് നഷ്ടം വന്നാലും ഈ കണ്ണടച്ചുകൊണ്ട് ഈ പറയുന്ന വൃത്തികേടുകൾ, ഈ പറയുന്ന ഇത്തരം നഷ്ടങ്ങൾ കാണാതെയാണ് ഈ മന്ത്രി ജീവനക്കാരുടെ മേൽ ഈ പരാതിയെല്ലാം പരിഭവവും
ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം ചാരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. അതുകൊണ്ട് കോഴിക്കോട് മാത്രമല്ല, ഇത്തരത്തിൽ ഈഞ്ചക്കൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ട്, നമ്മുടെ തേവരയിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ട്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മായിട്ട് ഓടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും പരിഹാരം കാണാതെ ഇതെല്ലാം ജീവനക്കാരുടെ തലയിലേക്ക് ഇതിന്റെ അവസാനത്തെ ഭാവഭാരം കെട്ടിവെക്കുക എന്നുള്ളതാണ് KSRTC മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവങ്ങൾ ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവരുന്ന പത്രപ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. Thank you.